തോൽക്കാൻ ആർക്കൊക്കെ ഭയമുണ്ട്, ആ ഭയമുള്ള കാലത്തോളം അവന് വിജയിക്കാൻ കഴിയില്ല. തോൽക്കാൻ പഠിക്കണം, ജയിക്കാൻ അല്ല പഠിക്കേണ്ടത്, തോൽക്കാൻ പഠിക്കണം. അപ്പോ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is the best chance of next opportunity. അടുത്ത അവസരത്തിന്റെ ഏറ്റവും നല്ല ചാൻസ് ആണ്, അവസരമാണ്, അടുത്ത ചാൻസിനുള്ള നമുക്കുള്ള അവസരമാണ് ഏത്? ഓപ്പർച്യൂണിറ്റിയാണ് എന്ത്? ഫെയിലിയർ. അപ്പോൾ ഒരാൾ തോൽക്കാൻ മടിയാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവനൊന്നും ചെയ്യില്ല. തോൽക്കാൻ മടിയുള്ള മനുഷ്യൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവൻ മിണ്ടാതിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, ഒരു പണി എടുക്കാൻ പോകുന്നില്ല. അപ്പോ വർക്ക് ചെയ്യുന്നവന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? പരാജയമുണ്ടും. ഡുവേഴ്സ്, ജോലി ചെയ്യുന്നവന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? പരാജയമുണ്ടാവുള്ളൂ. അപ്പോൾ ഈ പരാജയം അവൻ എവാലുവേറ്റ് ചെയ്ത് അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളണം. അതല്ലെങ്കിൽ അവന് മറ്റൊരവസരമായിട്ട് ആ തോൽവി അവന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നിടത്താണ് അവന്റെ വിജയം ഉൾക്കുന്നത്. ഒരു പരാജയം എന്ന് പറയുന്നത് മറ്റൊരു വിജയത്തിന്റെ, അവൻ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും വലിയ ഒരു അവസരത്തിന്റെ തുറന്നു കൊടുക്കുന്ന അനുഭവമായിരിക്കാം. ഉദാഹരണത്തിന് ഒരൊറ്റ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീന്റെ കഥ. ആൽബർട്ട് ഐൻസ്റ്റീൻ സ്കൂൾ കാലഘട്ടത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീന്റെ അമ്മയെ സ്കൂളിലോട്ട് വിളിപ്പിച്ചു. ഈ വിഷയം ആരറിയില്ല? ആൽബർട്ട് അറിയില്ല. വിളിച്ചിട്ട് ആ സ്കൂൾ ടോപ്പ് ആൾക്കുന്ന ആളുകൾ, സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അതോറിറ്റി പറഞ്ഞു, നിങ്ങളുടെ ഈ വിഡ്ഢിയായി കിടക്കുന്ന ഈ ഒരു സ്റ്റുഡന്റിനെ ഉൾക്കൊള്ളാൻ ഞങ്ങളെ സ്ഥാപനത്തിലാവില്ല, അതുകൊണ്ട് അവനെ നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഈ അമ്മ എന്ത് ചെയ്തു? അമ്മ അത് മോനോട് പറഞ്ഞ് രൂപം മാറി. എന്തു പറഞ്ഞു? ആ മദർ ആൽബർട്ട് ഐൻസ്റ്റീനോട് പറഞ്ഞു, നിന്നെ പോലെ ഏറ്റവും ഇന്റലിജന്റ് ആയ, ഏറ്റവും സ്മാർട്ടും ഇന്റലിജന്റുമായ വിവേകിയായ ഒരാളെ ആ സ്കൂളിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഇനി ആ സ്കൂളിലോട്ട് പോവണ്ട എന്ന് പറഞ്ഞു. ആൽബർട്ട് ഐൻസ്റ്റീനെ ആ അമ്മ ആ പറഞ്ഞ ആ ഇൻസ്പിരേഷൻ ഇല്ലായിരുന്നുവെങ്കിൽ, ആ സ്കൂളിൽ നിന്നും ആൽബർട്ട് ഐൻസ്റ്റീനെ തള്ളിയില്ലായിരുന്നുവെങ്കിൽ, നമുക്ക് ലോകം കാണുന്ന നമ്മുടെ ആ വലിയ ശാസ്ത്രജ്ഞനായ, ഈ സമയം MC² എന്ന് കണ്ടുപിടിച്ച ആൽബർട്ട് ഐൻസ്റ്റീനെ നമുക്ക് നഷ്ടമായേനെ, നമുക്ക് കിട്ടില്ലായിരുന്നു. അപ്പോ ആ ഫെയിലിയർ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്താക്കി മാറ്റി? പുതിയ ഒരു സാധ്യതയാക്കി മാറ്റി. ആർക്കും എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു സാധ്യത. ഇനി മറ്റൊരു എക്സാമ്പിൾ ഞങ്ങൾക്ക് പറയാം. ഒരാൾ 10th ഫെയിലിയർ വന്നു. ഈ ഫെയിലിയർ ആയ ആള് വലിയ വലിയ ബിൽഡിംഗ് കെട്ടാൻ തുടങ്ങി ബിസിനസ്സിലൂടെ. പക്ഷേ അതിന്റെ ടോപ്പ് റാങ്ക്, ടോപ്പ് റാങ്ക് എഞ്ചിനീയേഴ്സ് ആയിട്ട് വന്ന് ഈ 10th ഫെയിലിയർ ആയ ഈ ബിൽഡിംഗ് വർക്കിന്റെ അടുത്തിന്റെ, ഈ ബിൽഡിംഗ് സമന്വയത്തിന്റെ എഞ്ചിനീയേഴ്സ് ആയിട്ട് ഇയാളെ കൂടെ അയാളെ ജോലിക്കാരനായിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥ. അപ്പോ നമ്മളിൽ എല്ലാം ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രത്യേകത കണ്ട്, ആ പ്രത്യേകത ദാറ്റ് ഈസ് യൂണിക്യോ, അത് നമ്മളിൽ ഓരോ ആളുകളിലും ദൈവം തമ്പുരാൻ വെച്ച് തന്നുവിട്ടതാണ്. ഒരാളെയും അവന് ജീവിക്കാനും അവന് ഉപജീവനം നൽകാനും അവന് വളരാനും പറ്റാത്ത ഒരു കണ്ടന്റും കൊടുക്കാതെ ഈ പ്രകൃതിയിലെ ആള് വിട്ടിട്ടില്ല എന്നുള്ളതാണ് പരമാസത്യം. അത് ഡെവലപ്പ് ചെയ്തെടുക്കുക, അത് ഐഡന്റിഫൈ ചെയ്തെടുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളെയും സമൂഹത്തിന്റെയും ബാധ്യത.
അപ്പോൾ നിങ്ങളുടെ ചിന്ത ആ ലെവലിലോട്ട് പോവട്ടെ. യെസ്, ഐ ആം ഡോക്ടർ അലി, അലി എരുമ്പ്രാസ് ഡെന്റൽ ക്ലിനിക്, മേലാറ്റൂർ. താങ്ക് യു.